CBI രാഷ്ട്രീയ ലക്ഷ്യത്തിനായി മോദി സർക്കാർ ദുരുപയോഗം ചെയ്യുന്നു എന്ന് ആരോപിച്ച് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി നടത്തുന്ന ധർണയ്ക്ക് പിന്നിലെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ഇന്ദ്രപ്രസ്ഥമാണ്. മോദി വിരുദ്ധ ചേരിയുടെ അതിശക്തമായ മുഖമായി മാറാനുള്ള മമതയുടെ ശ്രമം. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മോദി തോറ്റാൽ അടുത്ത പ്രധാനമന്ത്രി പദം ലക്ഷ്യമിട്ടുള്ള നീക്കം. BJPക്കും കോൺഗ്രസിനും ഇത് നന്നായി അറിയാം. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിക്ക് വെല്ലുവിളി ഉയർത്തി പ്രധാനമന്ത്രിയാകാനുള്ള മമതയുടെ നീക്കത്തെ എതിർക്കാൻ കോൺഗ്രസിന് കഴിയുന്നില്ല. ഇതുതന്നെയാണ് പ്രതിപക്ഷത്തെ ഓരോ പാർട്ടിയുടെയും അവസ്ഥ. പ്രധാനമന്ത്രി പദമോഹമുള്ള മായാവതിയും അഖിലേഷ് യാദവും കെജ്രിവാളുമെല്ലാം മമതയെ പിന്തുണയ്ക്കുകയാണ്. മോദി വിരുദ്ധ മുന്നേറ്റത്തിൽ നിന്ന് മാറി നിൽക്കാൻ ആകാത്തതാണ് ഇതിന് കാരണം. അവസരം മുതലെടുത്ത് ബംഗാളിൽ കൂടുതൽ പിടിമുറുക്കുകയാണ് മമതയും. മമതയുടെ സമരത്തിന് കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധി പിന്തുണ അറിയിച്ചിരുന്നെങ്കിലും അദ്ദേഹം നേരിട്ടെത്തി ആവേശം പകരാനിടയില്ല. മമതയുടെ പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ഉതകുന്ന സമരത്തിന് രാഹുൽ ഊർജം പകരേണ്ടതില്ല എന്ന സംസ്ഥാന ഘടകത്തിന്റെ നിലപാടാണ് അദ്ദേഹത്തെ പിന്നോക്കം വലിക്കുന്നത്. കോൺഗ്രസിന്റെ MP-മാരിൽ ഒരാളായ മാൽദയിലെ മൗസും നൂറിനെ തൃണമൂൽ കോൺഗ്രസിലേക്ക് കൊണ്ടുവരുന്നതിൽ മമത വിജയിച്ചിരുന്നു. BJP വിരുദ്ധ കക്ഷികളെയെല്ലാം തൃണമൂലിൽ അടുപ്പിക്കാനാണ് മമതയുടെ ശ്രമം. ഫലത്തിൽ ബംഗാളിൽ കോൺഗ്രസ് ഇല്ലാതാകുന്ന സ്ഥിതിയിലാണ്. തങ്ങളുടെ 17 MLA-മാരെയും മറുകണ്ഠം ചാടിച്ച മമതയോട് ഒരടുപ്പവും വേണ്ടെന്നാണ് ബംഗാളിലെ കോൺഗ്രസുകാരുടെ നിലപാട്. അതിനിടെ പോലീസ് കമ്മീഷണറെ രക്ഷിക്കാനാണോ അതോ സ്വയം രക്ഷിക്കാനാണോ മുഖ്യമന്ത്രി മമതാ ബാനർജി ഇപ്പോൾ ധർണയിരിക്കുന്നതെന്ന് വ്യക്തമാക്കണമെന്ന് കേന്ദ്രമന്ത്രിയും BJP നേതാവുമായ പ്രകാശ് ജാവദേക്കർ പരിഹസിച്ചു. മമതയുടെ ധർണ ദേശീയ തലത്തിൽ ചർച്ചയാക്കുന്നത് BJPയെ അലോസരപ്പെടുത്തുന്നുണ്ട്. മോദി വിരുദ്ധ ക്യാമ്പിന് അതിശക്തിയായ നേതാവിനെ കിട്ടുന്നുവെന്ന് അവരും തിരിച്ചറിയുന്നു. വെട്ടിലാകുന്നത് CPM ആണ്. മോദിയെയും മമതയെയും എതിർക്കേണ്ട അവസ്ഥയിലാണ് അവർ. ഇത് രാഷ്ട്രീയ തിരിച്ചടിയാകുമോ എന്ന ആശങ്ക CPM-ൽ സജീവമാക്കുന്നു. ദേശവ്യാപകമായുള്ള പ്രതിപക്ഷ ഐക്യയോഗങ്ങളിൽ പലതിലും പങ്കെടുക്കാറുണ്ടെങ്കിലും ബംഗാൾ സാഹചര്യത്തിൽ CPM-ന്റെ നിലപാട് വ്യത്യസ്തമാണ്. CBI കേന്ദ്ര സർക്കാരിന്റെ ഉപകരണമായി മാറുന്ന സാഹചര്യമുണ്ടെങ്കിൽ അതിനെ നിയമപരമായി നേരിടട്ടെയെന്നും എന്നാൽ അതുകൊണ്ട് ചിട്ടിത്തട്ടിപ്പിൽ കോടികൾ തട്ടിയെടുത്തവരെ ശിക്ഷിക്കാതെ വിടരുതെന്നുമാണ് ഇടതുമുന്നണി നിലപാടെടുത്തിരിക്കുന്നത്. പോലീസ് കമ്മീഷണർ രാജീവ് കുമാർ കേസന്വേഷണവുമായി ബന്ധപ്പെട്ട പല നിർണായക തെളിവുകളും നശിപ്പിച്ചിട്ടുണ്ടെന്നും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യണമെന്നും CPM PB അംഗം മുഹമ്മദ് സലീം ഞായറാഴ്ചത്തെ ബ്രിഗേഡ് റാലിയിൽ ആവശ്യപ്പെട്ടിരുന്നു. കള്ളനെ പിടിക്കൂ, ജയിലിലടയ്ക്കൂ എന്ന മുദ്രാവാക്യമുയർത്തി CPM തിങ്കളാഴ്ച നഗരത്തിൽ പ്രകടനം നടത്തി. PB അംഗം ബിമൻ ബോസ്, സംസ്ഥാന സെക്രട്ടറി സൂര്യകാന്ത മിശ്ര എന്നിവർ നയിച്ചു. ഇത് BJPക്ക് അനുകൂലമാണ്. എന്നാൽ കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കാനും കഴിയുന്നില്ല. 4 വർഷം അന്വേഷിച്ചിട്ടും ചിട്ടിത്തട്ടിപ്പിന്റെ ഇരകൾക്ക് നീതി നൽകാൻ CBIക്ക് കഴിയാത്തതെന്ത് എന്ന് ബിമൻ ബോസ് ചോദിക്കുന്നു. ഇങ്ങനെ BJPയെയും മമതയെയും കരുതലോടെ ആക്രമിക്കുകയാണ് CPM ചെയ്യുന്നത്. CBIയുടെ നടപടിക്കെതിരെ മമത തുടങ്ങിയ തെരുവു സമരത്തിന് ഇടതു പാർട്ടികൾ ഒഴികെയുള്ള പ്രതിപക്ഷ കക്ഷികൾ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പാർലമെന്റിനകത്തും പുറത്തും വിഷയം തുടർന്നുള്ള ദിവസങ്ങളിൽ ചൂടുപിടിക്കുമെന്നും ഉറപ്പാണ്. ഞായറാഴ്ച വൈകിട്ട് മുതൽ കൊൽക്കത്തയിൽ തുടരുന്ന രാഷ്ട്രീയ നാടകം ജനങ്ങളുടെ ജീവിത പ്രശ്നങ്ങളുമായോ രാജ്യ താൽപര്യങ്ങളുമായോ ബന്ധപ്പെട്ട് ഉണ്ടായതല്ലെന്നാണ് CPM വിമർശനം. ഇതിലെ കക്ഷിയായ CBIയെ നയിക്കുന്ന കേന്ദ്ര സർക്കാരിനോ മറുപക്ഷത്തെ മമതാ ബാനർജി സർക്കാരിനോ അഴിമതിക്കാരെ തുറുങ്കിലടയ്ക്കുക എന്ന കാതലായ വിഷയത്തിൽ ഒരു താൽപര്യവുമില്ലെന്ന് വ്യക്തമാണ്. മറിച്ച് നെറികെട്ട രാഷ്ട്രീയ കളിക്ക് ഇരുപക്ഷവും ഭരണാധികാരം ഉപയോഗിക്കുന്നതിന്റെ ലജ്ജാകരമായ കാഴ്ചയാണ് മാധ്യമങ്ങളിൽ നിറയുന്നതെന്നും CPM പറയുന്നു. CPM നേതൃത്വത്തിൽ ഇരു സർക്കാരുകളുടെയും ജനവിരുദ്ധതയ്ക്കെതിരെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ നടന്ന മഹാറാലി ബംഗാളിൽ ആകമാനം സൃഷ്ടിച്ച അലയൊലികൾ ചെറുതായിരുന്നില്ല. മോദി മമതാ സർക്കാരുകൾക്കെതിരെ ഉയരുന്ന ജനരോഷത്തിൽ മാധ്യമ ശ്രദ്ധ പതിയാതിരിക്കാനുള്ള നാടകമായാണ് ഈ CBI പോലീസ് കളിയെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്.